നമസ്കാരം. തലതിരിഞ്ഞ ചാനൽ ചർച്ചകളിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. മലയാള മനോരമയുടെ ഒരു ഫുൾ പേജ് കളർ പരസ്യം പുതിയൊരു ചാനലിൻ്റെ വരവാണ് അറിയിച്ചത്. ന്യൂസ് മലയാളം 24/7 2 ദിവസം കാത്തിരുന്നപ്പോൾ ചാനൽ എയറിലായി. സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാകാം, ഒരു പുതിയ ന്യൂസ് ചാനലിന് കേരളത്തിൽ സാധ്യതകളുണ്ടോ? ചാനലിനുള്ളിലെ ആളുകൾ പറയുന്നത് 80 കോടി രൂപ മുടക്കിയാണ് പുതിയ ചാനൽ എത്തിയിരിക്കുന്നത്. കൃത്യമായ കണക്കൊന്നും എനിക്കറിയില്ല. ചാനലിനെ പറ്റി നല്ലത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഏറ്റവും മികച്ച ഗ്രാഫിക്സാണ് അവരുടേത്. ഏഷ്യാനെറ്റ് പോലും അടുത്തിടെയാണ് ഒരു വിഷ്വൽ ട്രീറ്റിലേക്ക് മാറിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഭംഗിയുള്ള ഗ്രാഫിക്സുമായാണ് ഇവർ എത്തിയിരിക്കുന്നത്. ചാനൽ അവതാരകരെ പറ്റി വളരെ കാര്യമായ പരാതിയൊന്നും പറയാനില്ല. സനീഷും ഹർഷനും ചാനലിൽ ഉണ്ടെന്ന് കേട്ടു. MB ബഷീറാണ് നടുനായകത്വം വഹിക്കുന്നത്. റൺ ബേബി റണ്ണിൽ പറയുന്നത് പോലെ ഒരു ചാനൽ വരുമ്പോൾ സെൻസേഷണൽ ന്യൂസുമായി ആയിരിക്കാം അവർ വരേണ്ടത്. ജനത്തിൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ അതാവശ്യവുമാണ്. പഴയ മംഗളം പത്രത്തിൻ്റെ ബോസാണ് CEO എങ്കിലും പഴയ അനുഭവം ഓർത്ത് വലിയ അത്ഭുത വാർത്തയ്ക്കൊന്നും പോയിട്ടില്ല. മലയാളത്തിലെ ന്യൂസ് ചാനലുകളെ വെച്ച് നോക്കിയാൽ 8 മണി ചർച്ച ഒഴിവാക്കിയാണ് പുതിയ ചാനൽ വന്നിരിക്കുന്നത്. ഇനി ചാനൽ വിജയിക്കുമോ എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ഒരു ന്യൂസ് ചാനലിൻ്റെ വിജയം തീരുമാനിക്കുന്നത് ഏത് പൊളിറ്റിക്കൽ ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ്. പക്ഷേ CPM ചാനലായി കൈരളിയുണ്ട്. കേരള ഭരണത്തെയും കേന്ദ്ര ഭരണത്തെയും എതിർക്കുന്ന ഏഷ്യാനെറ്റുണ്ട്. UDFനെ സഹായിച്ചുകൊണ്ട് കേരള ഭരണത്തെയും കേന്ദ്ര ഭരണത്തെയും എതിർക്കുന്ന മനോരമ ചാനലുണ്ട്. 24/7 ഇടതുപക്ഷ ചാനലാണ്. റിപ്പോർട്ടർ ചാനൽ ഒരു രാഷ്ട്രീയ സൂപ്പർ മാർക്കറ്റാണ്. ഏത് രാഷ്ട്രീയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് ആർക്കും അറിയില്ല. മുസ്ലിം സമുദായത്തിലെ തീവ്ര ചിന്താഗതിക്കാർക്കൊപ്പം നിൽക്കുന്ന ചാനലാണ് മീഡിയ 1. മാതൃഭൂമിയും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചാനലാണ്. ന്യൂസ് 18 കേരള കേന്ദ്രത്തിൽ BJPക്കൊപ്പവും കേരളത്തിൽ ഭരണവിരുദ്ധതയും കൊണ്ട് നടക്കുന്ന ഒരു ന്യൂസ് ചാനലാണ്. BJPക്ക് വേണ്ടിയുള്ള ചാനലാണ് ജനം. പാർട്ട് ടൈം ന്യൂസ് ചാനലുകൾ എന്ന് കരുതപ്പെടുന്ന കൗമുദി ന്യൂസ്, അമൃത ന്യൂസ്, രാജ് ന്യൂസ്, ജയ്ഹിന്ദ് ന്യൂസ്, പിന്നെ DD ന്യൂസ് എന്നിവയും കേരളത്തിൽ ലഭ്യമാണ്. ന്യൂസ് കൈകാര്യം ചെയ്യുന്ന ചാനലുകൾ എന്ന് കരുതിയാൽ 14ാമത്തെ സ്ഥാനവും ഡെഡിക്കേറ്റഡ് ന്യൂസ് ചാനലുകൾ എന്ന് കരുതിയാൽ 9ാമത്തെ സ്ഥാനവുമാണ് ന്യൂസ് മലയാളം കേരളയ്ക്കുള്ളത്. ഏറ്റവും രസകരമായ കാര്യം പുതിയ ചാനൽ രാഷ്ട്രീയ പക്ഷപാതിത്വം ഇന്നുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ചാനൽ വിജയത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്താണെന്ന് നോക്കാം. എത്രയും വേഗത്തിൽ ജനസംഖ്യയുടെ നിശ്ചിത ശതമാനം ആളുകളെ പ്രേക്ഷകരായി എത്തിക്കുക എന്നുള്ളതാണ് വിജയത്തിന് അടിസ്ഥാനം. അതേപോലെ തന്നെ അവരെ ചാനലിൻ്റെ സ്ഥിരം കാഴ്ചക്കാരാക്കി മാറ്റുക എന്നത് ഭാവിയിലേക്കുള്ള ഒരു വിജയമന്ത്രം കൂടിയാകുന്നു. ആദ്യ ജോലി ന്യൂസ് ചാനലിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാനലുണ്ട്, ആ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു എന്ന് പ്രേക്ഷകരോട് പറഞ്ഞു തരേണ്ട ജോലി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. എന്നാൽ അവരെ സ്ഥിരം കാഴ്ചക്കാരായി നിലനിർത്തേണ്ട പണി എഡിറ്റോറിയൽ ടീമിൻ്റെ ഉത്തരവാദിത്തമാണ്. റിമോട്ടിൽ നമ്മൾ ന്യൂസ് ചാനലിൻ്റെ നമ്പർ എൻട്രി ചെയ്ത് OK നൽകുമ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി തീരുന്നു. ഇവിടെയാണ് പ്രധാന പ്രശ്നം ഉടലെടുക്കുന്നത്. ന്യൂസ് മലയാളം 24/7 നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നോക്കാം. അതൊരു മാർക്കറ്റിംഗ് പ്രശ്നമോ എഡിറ്റോറിയൽ പ്രശ്നമോ അല്ല. അത് പ്രേക്ഷകരുടെ മനസ്സിൻ്റെയോ തലച്ചോറിൻ്റെയോ ഒരു പ്രശ്നമാണ്. ഒരു ഉദാഹരണം കൊണ്ട് വിശദീകരിക്കാം. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു കുട്ടിയോട് എവറസ്റ്റിൽ കയറിയ ആദ്യത്തെ ആൾ ആരെന്ന് ചോദിച്ചാൽ അവനൊരു ഉത്തരമുണ്ട്: ടെൻസിങ്ങും ഹിലാരിയും. ഒറ്റ എഞ്ചിനുള്ള വിമാനത്തിൽ അറ്റ്ലാന്റിക് കടന്ന ആദ്യത്തെ വൈമാനികൻ ആരെന്ന് അവനോട് ചോദിച്ചാൽ ചാൾസ് ലിൻബർഗ് ആണെന്ന് അവൻ കൃത്യമായി സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എവറസ്റ്റിൽ കയറിയ രണ്ടാമത്തെ ആൾ ആരെന്ന് ചോദിച്ചാൽ നമ്മളിൽ ആർക്ക് ആ പേർ പറയാൻ കഴിയും? മൂന്നാമത്തെ ആളിൻ്റെ പേര് പോലും നമുക്ക് തീർച്ചയായും അറിയില്ല. കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ന്യൂസ് ചാനൽ DD ന്യൂസ് ആയിരുന്നു. ആദ്യത്തെ സ്വകാര്യ ന്യൂസ് ചാനൽ ഏഷ്യാനെറ്റാണ്.
ആദ്യത്തെ സ്വകാര്യ ന്യൂസ് ചാനൽ ആയതുകൊണ്ടും തുടക്കത്തിൽ വൈവിധ്യപൂർണമായ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ളതുകൊണ്ടും ഏഷ്യാനെറ്റ് ഇപ്പോഴും ഒന്നാമത്തെ ന്യൂസ് ചാനലായി തുടരുന്നു. രണ്ടാമത്തെ ന്യൂസ് ചാനൽ സൂര്യയായിരുന്നു. പക്ഷേ സൂര്യ ഇപ്പോൾ ന്യൂസ് സംപ്രേഷണം ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയില്ലാത്ത അവസ്ഥയാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും ആളിന് വലിയ പ്രസക്തിയില്ല എന്ന് നാം കണ്ടിരിക്കുന്നു. അപ്പോൾ 10ാമത് വരുന്ന ന്യൂസ് ചാനൽ ആയ ന്യൂസ് മലയാളം 24/7 എന്താണ് പ്രസക്തി? ആരാണ് ആ ചാനൽ തന്നെ കാണും എന്ന് വാശി പിടിക്കുന്നത്? അപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ ഗുണം ഈ ചാനൽ ജനങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ അത് കാണാൻ ആളുണ്ടാവുകയില്ല എന്നതാണ് സത്യം. പിന്നീട് വന്ന ചില ചാനലുകൾക്ക് പ്രേക്ഷകരെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. BJPയുടെ ഡെഡിക്കേറ്റഡ് ന്യൂസ് ചാനലായ ജനം, ആ ചാനൽ BJPക്കാർ തീർച്ചയായും കണ്ടിരിക്കും. CPMൻ്റെ ചാനലാണ് കൈരളി, അതും കാണാനും കുറേ പ്രേക്ഷകരുണ്ട്. തീവ്ര മുസ്ലിം വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു മീഡിയ വൺ. ഓരോ പത്രത്തിനും ഓരോ ചാനലിനും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. കേരളത്തിലെ 5 ന്യൂസ് ചാനലുകളെങ്കിലും പരസ്യമായി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരാണ്. 35% പ്രേക്ഷകർ ഇടതുപക്ഷക്കാരാണെന്ന് നമുക്ക് വോട്ടിംഗ് നില വെച്ച് കണക്കാക്കാം. അപ്പോൾ 5 ചാനലും കൂടി 35% പ്രേക്ഷകരുടെ എണ്ണം വീതിച്ചെടുക്കും. 6ാമത്തെ പ്രോ LDF ചാനലായി മാറിയിട്ട് എന്താണ് കാര്യം? UDFൻ്റെ സ്വന്തം ചാനലെന്ന് പറയാൻ കഴിയുന്നത് മനോരമ ന്യൂസ് ചാനലാണ്. പിന്നെ ഒരു പരിധിവരെ ജയ്ഹിന്ദ് TV ഉണ്ട്. BJPയുടെ ചാനലായി ജനവും പിന്നെ ഒരു അമൃത ന്യൂസുമുണ്ട്. അപ്പോൾ ആരുടെ സ്വന്തം ചാനലാകും ന്യൂസ് മലയാളം 24/7? മുസ്ലിം ലീഗിൻ്റെ ചാനലായാൽ വിജയിക്കാൻ ഒരു സാധ്യതയുണ്ട്. മലബാർ പ്രദേശത്ത് പ്രേക്ഷകർ ഉണ്ടാകുന്ന സാഹചര്യം വരും. ആ നിലയിൽ കുറച്ച് പരസ്യവും പ്രതീക്ഷിക്കാം. കേരള കോൺഗ്രസിൻ്റെയോ ജനതാദളിൻ്റെയോ മറ്റ് ചില ചിഹ്ന പാർട്ടികളുടെയോ ചാനലായിട്ടൊരു കാര്യവുമില്ല. TRP റേറ്റിങ്ങിന് 1 പോയിൻ്റ് പോലും അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. കാരണം അവരിലൊന്നും അണികളില്ല എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊരു സൈക്കോളജിക്കൽ പ്രശ്നം കൂടിയുണ്ട്. നമ്മുടെ തലച്ചോറിന് ഒരു കാറ്റഗറിയിൽ 7 ബ്രാൻഡ് നാമങ്ങളിൽ കൂടുതൽ സേവ് ചെയ്ത് വെക്കാറില്ല. അതൊരു വലിയ നിയമമാണ്. ഒരു ഉദാഹരണം പറയാം. 10 സെക്കൻഡിനുള്ളിൽ ആരുടെയും സഹായമില്ലാതെ 10 CPM MLAമാരുടെ പേരൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് 7ൽ കൂടുതൽ ആളുകളുടെ പേര് പറയാൻ കഴിയില്ല എന്നതാണ് സത്യം. ഇതേപോലെ 10 സെക്കൻഡിനുള്ളിൽ 10 സോപ്പുകളുടെ പേരൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് 7 ബ്രാൻഡുകളിൽ കൂടുതൽ പറയാൻ സാധിക്കില്ല. ഇത് തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ 10 സെക്കൻഡിനുള്ളിൽ 10 ന്യൂസ് ചാനലുകളുടെ കാര്യം ആർക്കും ഓർമ്മിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ 7 ന്യൂസ് ചാനലുകൾക്കായിരിക്കും വിജയിക്കാനുള്ള സാധ്യത. ഇത് പ്രേക്ഷകൻ്റെ തലച്ചോറിൻ്റെ പ്രശ്നമാണ്. ആദ്യത്തെ 7 ചാനലുകൾക്കുള്ളിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ് ന്യൂസ് മലയാളം 24/7ൻ്റെ ആദ്യ ചുമതല. എങ്കിൽ മാത്രമേ പ്രേക്ഷകരുടെ ആദ്യ താല്പര്യങ്ങൾക്കുള്ളിൽ ഈ ന്യൂസ് ചാനൽ കടന്നു വരികയുള്ളൂ. ഇത് മാർക്കറ്റിംഗ് ടീമിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനവർക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രേക്ഷകരാരും ഈ ചാനൽ കാണാത്ത അവസ്ഥയെത്തും. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രേക്ഷകർ ചാനൽ കാണാൻ തുടങ്ങിയാൽ അവരെ നിലനിർത്തേണ്ട ചുമതല എഡിറ്റോറിയൽ ടീമിനാണ്. അവർ അവരുടെ ജോലി ചെയ്താൽ കേരളത്തിലെ TV പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട ന്യൂസ് ചാനലായി അത് മാറിയെന്നും വരാം. വാൽകഷ്ണം. സത്യം പറയട്ടെ എന്നാണ് ചാനലിൻ്റെ മുദ്രാവാക്യം. കേരളത്തിലെ എല്ലാ ചാനലുകളും സത്യമാണ് പറയുന്നത് എന്നാണ് വെപ്പ്. എല്ലാവരും പറയുന്ന സത്യം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. വാർത്തകൾക്കുള്ളിലെ രഹസ്യ സത്യങ്ങൾ പറയുകയായിരുന്നു പണ്ട് മംഗളം പത്രം ചെയ്തിരുന്നത്. അജിത് കുമാറിന് ആ പരിചയമുണ്ട്. ജനങ്ങൾ കേൾക്കാത്ത എന്നാൽ അറിയാൻ ആഗ്രഹിക്കുന്ന രഹസ്യ സത്യങ്ങൾ തുറന്നു പറയാൻ കഴിഞ്ഞാൽ ഈ ചാനൽ പ്രേക്ഷകരുടെ ഇടയിൽ നിലനിൽക്കാനും സാധ്യതയുണ്ട്.